കവിത ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്ന കവിത മീശ മുളച്ച വീട്. ഈ കവിത എഴുതാനുള്ള സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ, പലയിടങ്ങളിൽ കണ്ടും കേട്ടും അനുഭവിച്ചു പറഞ്ഞ സ്ത്രീകളോടുള്ള സമീപനത്തിലെ പുരുഷാധിപത്യ പ്രവണത തന്നെയാണ്. അത് വീടുകളിലാവാം, തൊഴിലിടങ്ങളിലാവാം, പൊതുസ്ഥലങ്ങളിലാവാം. ഒരു രാഷ്ട്രത്തിൻ്റെ മൊത്തം സംസ്കാരത്തിൻ്റെ പ്രതിഫലനവുമാണ്. കാലങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെട്ട പാട്രിയാർക്കൽ വ്യവസ്ഥയുടെ അവശേഷങ്ങളോ അടയാളപ്പെടുത്തലോ ആയി ഇന്നും സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചിലത്, അത് പുരുഷനിൽ നിന്ന് മാത്രമല്ല, ആ വ്യവസ്ഥയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന സ്ത്രീകളിൽ നിന്ന് പോലും പുറപ്പെട്ടു വരുന്നത് പലയിടങ്ങളിലും നാം കാണാറുള്ളത്. മുമ്പൊരിക്കൽ തുല്യതയിലൂന്നി തിരഞ്ഞെടുപ്പിൽ ഒരു ജനതയ്ക്കൊപ്പം എന്ന് നാം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവിനോട് 50-50 എന്ന ആശയം സൂചിപ്പിച്ചപ്പോൾ പ്രസ്ഥാനത്തെ തകർക്കാനാണോ എന്ന് ചോദിച്ച സംഭവം നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ കാലങ്ങളായി നേടിയെടുത്ത കൊച്ചു കൊച്ചു പ്രിവിലേജുകളെ തച്ചുടച്ച് തിരിച്ച് ആ പഴയ മഹാന്ധകാരത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ശ്രമം ഭയപ്പെടുത്തുന്നു. അതുതന്നെയാണ് ഈ കവിത എഴുതാനുള്ള പ്രചോദനം. മീശമുളച്ച വീട് അഥവാ മീശമുളച്ച വീട് എന്ന അശ്ലീലം. എത്ര വേഗമാണ് തുറന്നു കിടന്നിരുന്ന വാതിലുകളെല്ലാം അടഞ്ഞത്. എത്ര വേഗമാണ് തുറന്നു കിടന്നിരുന്ന വാതിലുകളെല്ലാം അടഞ്ഞത്. കിളികൾ കളികളിൽ നിന്ന് ഒച്ചയെ ഇളവില്ലാതെ അഴിച്ചെറിഞ്ഞത്. കിളികൾ കളികളിൽ നിന്ന് ഒച്ചയെ ഇളവില്ലാതെ അഴിച്ചെറിഞ്ഞത്. ഒരു കടലോളം ഉണ്ടായിരുന്നതെല്ലാം വേലിയിറങ്ങി തിരയടക്കി ഒരു തടാകമെന്ന് കോട്ടുവായിട്ടത്. ഒരു കടലോളം ഉണ്ടായിരുന്നതെല്ലാം വേലിയിറങ്ങി തിരയടക്കി ഒരു തടാകമെന്ന് കോട്ടുവായിട്ടത്. പുഴ പോലെ ഞൊറിഞ്ഞു കിടന്നതെല്ലാം മഴ പോലെ കുടഞ്ഞെറിഞ്ഞത്. പുഴ പോലെ ഞൊറിഞ്ഞു കിടന്നതെല്ലാം മഴ പോലെ കുടഞ്ഞെറിഞ്ഞത്. ജനൽക്കുളത്തിൽ തൂങ്ങിയാടി അകമ്പുറം ചാടി നടന്നിരുന്ന കാറ്റ് വീട് ചുറ്റി വഴിമാറി നടന്നത്. ജനൽക്കുളത്തിൽ തൂങ്ങിയാടി അകമ്പുറം ചാടി നടന്നിരുന്ന കാറ്റ് വീട് ചുറ്റി വഴിമാറി നടന്നത്. അക്ഷരങ്ങൾ വാക്കുകളാവാതെ തൊണ്ടയിൽ കുടുങ്ങി ഒതുങ്ങിയത്. അക്ഷരങ്ങൾ വാക്കുകളാവാതെ തൊണ്ടയിൽ കുടുങ്ങി ഒതുങ്ങിയത്. എത്ര വേഗമാണ് ഒരശ്ലീലത്തെ വീട് ആഭരണമാക്കുന്നത്. എത്ര വേഗമാണ് ഒരശ്ലീലത്തെ വീട് ആഭരണമാക്കുന്നത്.